വിധിയുടെ വിളയാട്ടം. ഉസ്താദേ, അസ്സലാമു അലൈക്കും. നാളെ ഞാൻ മദ്രസയിലേക്ക് വരൂലട്ലി. എൻ്റെ അബ്ബ വരുന്നുണ്ട് ദുബായിന്ന്. നേരം തെളിഞ്ഞാൽ ഞാനും എൻ്റെ ഉമ്മയും ചേർന്ന് നേരെ എൻ്റെ അബ്ബനെ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോകും. ഇൻഷാ അല്ലാ, ഉസ്താദ് ദ്വയർക്കണേ. ഇതായിരുന്നു ആബിദ് മോൻ ഉസ്താദിൻ്റെ വാട്സപ്പിൽ അയച്ച അവസാന വോയിസ്. ആബിദ് മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആബിദ് മോൻ ജനിച്ചത് മുതൽ സ്വന്തം ഉപ്പയുടെ സ്നേഹമോ വാത്സല്യമോ ആസ്വദിച്ചിട്ടില്ല. ഉപ്പ ജീവിച്ചിരിക്കെ തന്നെ ഒരു യതീമിൻ്റെ ജീവിതമായവനാണവൻ. ഭാര്യ സുഹറയുമായുള്ള കല്യാണത്തിന് 6 മാസം പിന്നിട്ടപ്പോൾ തന്നെ ദുബായിലേക്ക് തിരിച്ചു പോയതായിരുന്നു ആബിദ് മോൻ്റെ ഉപ്പ നാസർ. എന്നാൽ 4 മാസങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. ദുബായിലെ ഒരു കള്ളക്കേസിൽ അകപ്പെട്ടതോടെ തൻ്റെ ജീവിതം ഇരുട്ടിലായി. ഭർത്താവിൻ്റെ നിരപരാധിത്വത്തിൽ ഉറച്ചു നിന്ന ഭാര്യ സുഹറ സമൂഹത്തിൻ്റെ പല നല്ല ആലോചനകൾ എല്ലാം നിരസിച്ചു. ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനെയും ഭർത്താവിനോടുമുള്ള വിശ്വാസത്തെയും പിടിച്ചുപറ്റിയാണ് അവൾ മുന്നോട്ട് നീങ്ങിയത്. ജീവിതം കടുപ്പമായി മാറുകയാണ്. വീടുകളിൽ പാത്രം കഴുകിയും മുറ്റം വാരിയും കിട്ടുന്ന പണം കൊണ്ട് ഉമ്മയും മകനും കഷ്ടിച്ച് ജീവിച്ചു. മകൻ്റെ അതിഭീകരമായിട്ടുള്ള ക്യാൻസർ രോഗം ചികിത്സിക്കാൻ കഴിയാതെ പലരിൽ നിന്നും അതിനുള്ള പൈസ കടം വാങ്ങേണ്ടി വന്നു. ആ സമയത്തൊക്കെ ജീവിതം അവളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. മനുഷ്യൻ നിസ്സഹായനാണ്. അവളെ പരിഹസിച്ചവരും കുറ്റപ്പെടുത്തി പറഞ്ഞവരും അനേകം ആളുകൾ. വേറെ ഒരാളെ ഭർത്താവായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞവരുടെ വാക്കുകൾ ഹൃദയത്തെ വല്ലാണ്ട് കുത്തി. പക്ഷെ സുഹറ മിണ്ടിയില്ല. അവൾ വിശ്വസിച്ചത് സത്യം ഒരു ദിവസം തെളിയും എന്നതിലായിരുന്നു. അങ്ങനെ 13 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആബിദ് മോന് 12 വയസ്സ് പൂർത്തിയായി. ദുബായിലെ കോടതിയിൽ നാസർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. കള്ളക്കേസിൽ കുടുക്കിയവരിൽ നിന്നുള്ള കുറ്റബോധം വാക്കുകൾക്കപ്പുറമായിരുന്നു. അവർ നാസറിന് തങ്ങളുടെ കമ്പനിയിൽ ഒരു ഉന്നത സ്ഥാനം നൽകി. കൂടാതെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൈമാറുകയും ചെയ്തു. ആബിദ് മോന് ഉപ്പയെ കാണാനുള്ള ആവേശം അളക്കാനാവാത്തതായിരുന്നു. ഭാര്യ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെ നിറങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ പടച്ചോൻ്റെ വിധിയുടെ കിതാബിൽ കുറിച്ചു വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തെ എല്ലാം കെടുത്തിക്കൊണ്ടായിരുന്നു അത് സംഭവിച്ചത്. അവർ സഞ്ചരിച്ചിരുന്ന ഊബർ ലോറിയുമായി കൂട്ടിയിടിച്ച് അവർ ഇരുവരും മരണപ്പെട്ടു. 2 പേരുടെയും മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് നാസറായിരുന്നു. ജീവിതം മുഴുവൻ കാത്തിരിപ്പായിരുന്നു. അവസാനം കാണാൻ കഴിഞ്ഞത് മരണമായിരുന്നു. നാസർ ഇന്നും അതിനുശേഷം പൂർണ്ണമായി ഉണർന്നിട്ടില്ല. വിധിയുടെ മറവിൽപ്പെട്ട ആ മനുഷ്യനും അതിൻ്റെ കുത്തേറ്റ ജീവിതവുമാണ് ഈ കഥ.